പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ തിയോളജി ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പാഠങ്ങളാണ് പഠിക്കുക. അതിൽ സിറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന ക്രമം അതിനെ വിശദീകരിക്കുകയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ. സിറോ മലബാർ കുർബാനക്രമം 7 ഭാഗങ്ങളായി തിരിക്കപ്പെട്ടിട്ടുണ്ട് എന്നും ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ, അതുപോലെ അനാഫൊറ, അതേ തുടർന്ന് അനുരഞ്ജന ശുശ്രൂഷ, ഐക്യ ശുശ്രൂഷ, സമാപന ശുശ്രൂഷ, ഇങ്ങനെ 7 ഭാഗങ്ങളായി തിരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതിലെ ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ എന്നിവയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ആമുഖ ശുശ്രൂഷ ഈശോയുടെ ജനനത്തെ 30 വയസ്സ് മുതൽ വരെയുള്ള അവിടുത്തെ രഹസ്യ ജീവിതത്തെയുമാണ് ആമുഖ ശുശ്രൂഷ ചിത്രീകരിക്കുന്നത് എങ്കിൽ, വചന ശുശ്രൂഷയാകട്ടെ ഈശോ മിശിഹായുടെ പരസ്യ ജീവിതത്തെയാണ് ചിത്രീകരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. തുടർന്ന് വരുന്നത് വാസ്തവത്തിൽ ഒരുക്ക ശുശ്രൂഷ. ഈ ഒരുക്ക ശുശ്രൂഷ, വചന ശുശ്രൂഷ, വചനം വായിച്ചു കേട്ടു, പ്രാർത്ഥിച്ചു, അതിൻ്റെ വെളിച്ചത്തിൽ വചനം വ്യാഖ്യാനിക്കപ്പെട്ടു. വ്യാഖ്യാനിക്കപ്പെട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ശുശ്രൂഷി കാറോസൂസ പ്രാർത്ഥനകൾ ചൊല്ലി വചന ശുശ്രൂഷ സമാപിച്ചു. തുടർന്നുള്ളത് ഒരുക്ക ശുശ്രൂഷയാണ്. കാർമ്മികൻ ബലിപീഠത്തിൻ്റെ ഇരുവശങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന ഉപപീഠങ്ങൾ, അവയ്ക്ക് ബേസ്ഗസാകൾ എന്നാണ് പേര് പറയുന്നത്. ബേസ്ഗസാകളിൽ ക്രമീകരിച്ചിരിക്കുന്ന അപ്പവും വീഞ്ഞും ഒരുക്കുന്നു. വാസ്തവത്തിൽ ഈ അപ്പവും വീഞ്ഞും ഒരുക്കി ഈശോ മിശിഹായുടെ പീഡാസഹനത്തെയാണ് ഈ ഒരുക്ക ശുശ്രൂഷ അഥവാ കാഴ്ചവയ്പ് ശുശ്രൂഷ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കാഴ്ചവയ്പ്പിൻ്റെ സമയത്ത് പാടുന്ന ഗീതങ്ങൾ മിശിഹാ കർത്താവിൻ തിരുമൈ നിണവുമിതാ പാവന ബലിപീഠേ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന പാട്ട്. മിശിഹാ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാണ് ബലിപീഠത്തിൽ സമർപ്പിക്കുന്നത് എന്നാണ് പാട്. ഇത് ഒരുതരം സങ്കീർണമായ ദൈവശാസ്ത്രം. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ ആരാധനാക്രമത്തിൽ പലരും ഉന്നയിക്കാറുള്ള ഒരാരോപണം ഇതാണ്: എന്തുകൊണ്ടാണ് ഇത് മിശിഹാ കർത്താവിൻ്റെ തിരുമൈ നിണം എന്ന് കൂദാശാവചനം കഴിയുന്നതിന് മുൻപേ ഇത് ചൊല്ലുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്ന്? അതിൻ്റെ വിവിധ വിശദീകരണങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഇവിടെ ഈ കുർബാനക്രമത്തിൻ്റെ ഘടന പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഇവിടെ നാം അനുസ്മരിക്കുന്നത് ഈശോ മിശിഹായുടെ കുരിശു മരണത്തെയാണ്. കാർമ്മികൻ കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്ന അപ്പവും വീഞ്ഞും കുരിശാകൃതിയിൽ ഇപ്രകാരം ഉയർത്തിപ്പിടിക്കുമ്പോൾ അത് ക്രൂശിതനായ ഈശോ മിശിഹായെയാണ് ഓർമ്മിക്കുക. ഇവിടെ സമർപ്പിക്കപ്പെട്ട അപ്പവും വീഞ്ഞും എന്ന് പറയുന്നത് ആത്യന്തികമായി അത് ഈശോ മിശിഹായുടെ കുരിശാരോഹണത്തെ സൂചിപ്പിക്കുന്ന സത്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഘടന ശരിയായ വിധത്തിൽ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, കുരിശിൽ മരിച്ച ഈശോ മിശിഹായെ അനുസ്മരിക്കുമ്പോൾ മിശിഹാ കർത്താവിൻ തിരുമൈ നിണവുമിതാ എന്ന് പറയുന്നത് തികച്ചും അർത്ഥപൂർണമാണ്. ദൈവശാസ്ത്രപരമായി ഇതിനെ വ്യാഖ്യാനിക്കാൻ മറ്റൊരു സങ്കേതം ആരാധനാക്രമ വിശാരദന്മാർ ഉപയോഗിക്കാറുണ്ട്. അതൊന്ന് പ്രൊലേപ്റ്റിക് തിയോളജി എന്ന് പറയുന്ന ഒരുതരം ദൈവശാസ്ത്ര സങ്കേതമാണ്. വരാനിരിക്കുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അവതരിപ്പിക്കുക എന്നുള്ളതാണ് പ്രൊലേപ്സിസ്. അരിവാള് പോലെയാണ്. അതിനാണ് പ്രൊലേപ്സിസ് രൂപം എന്ന് പറയും. അതായത് അരിവാളിൻ്റെ ചുണ്ട് വളഞ്ഞ് അതിൻ്റെ ചുവടുമായിട്ട് സമാനമായിട്ട് നിൽക്കും. അത്തരം രൂപങ്ങളെയാണ് പ്രൊലേപ്സിസ് എന്ന് ഗ്രീക്കിൽ പറയാറുള്ളത്. പ്രൊലേപ്റ്റിക് തിയോളജി എന്ന് പറഞ്ഞാൽ സംഭവിക്കാനിരിക്കുന്ന കാര്യം, ഇപ്പോഴത് തിരുമൈ നിണവുമായിട്ടില്ല, പക്ഷേ
അത് തിരുമേയ് നിണങ്ങളാകാനുള്ള അപ്പവും വീഞ്ഞുമാണ് എന്ന അർത്ഥത്തിലാണ് ആ ഗാനം ആലപിക്കുന്നത് എന്നൊരു വ്യാഖ്യാനം കൂടിയുണ്ട്. ഏതാണെങ്കിലും ഈ വിശുദ്ധ കുർബാനയുടെ ഘടന ശരിയാം വിധത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പടയാളികൾ മിശിഹായെ കുരിശിൽ തറയ്ക്കാനായി കൊണ്ടുവരികയും അവിടുത്തെ കുരിശിലേറ്റി തൂക്കിയിടുകയും ചെയ്ത ആ സംഭവത്തെയാണ് കാഴ്ചവെപ്പ് അനുസ്മരിക്കുക. ആ കാഴ്ചവെപ്പ് കഴിഞ്ഞ് നമുക്കറിയാം, അപ്പവും വീഞ്ഞും ബലിപീഠത്തിൽ വെച്ച് ശോശപ്പ, കുർബാന ചൊല്ലുവാൻ വൈദികൻ ഉപയോഗിക്കുന്ന കാപ്പയുടെ അതേ തുണി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വിരിയാണ് ശോശപ്പ. ആ ശോശപ്പ കൊണ്ട് ഈ തിരുശരീര രക്തങ്ങൾ മൂടി വയ്ക്കും. അത് ഈശോ മിശിഹായുടെ ഖബറടക്കത്തെയാണ് സൂചിപ്പിക്കുക. ബലിപീഠത്തിന് 2 പ്രതീകാത്മകതകൾ പൗരസ്ത്യ സുറിയാനി സഭകളിലുണ്ട്. ഒന്ന്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ച ഈശോ മിശിഹായുടെ സിംഹാസനമാണ് എന്ന സങ്കല്പം. മറ്റൊന്ന്, അത് അവിടുത്തെ തിരുശരീരം ഖബറടക്കിയ കല്ലറയുടെ പ്രതീകമാണ്. ഈ 2 പ്രതീകങ്ങളും നമ്മളുടെ മനസ്സിൽ വേണം. സർവാധിപനാം പാടിയപ്പോൾ നാം സ്തുതിച്ചത് സിംഹാസനസ്ഥനായ ദൈവത്തെയാണ്. കുരിശിൽ നിന്ന് ഇറക്കിയ ഈശോ മിശിഹായുടെ തിരുശരീരം കല്ലറയിങ്കൽ സംസ്കരിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ സംസ്കാരത്തെയാണ് ഈ ശോശപ്പായിട്ട് മൂടിയ ഈ തിരുശരീര രക്തങ്ങൾ ആകാനുള്ള അപ്പത്തെയും വീഞ്ഞിനെയും അനുസ്മരിപ്പിക്കും. അതുകൊണ്ട് കാഴ്ചവെപ്പ് ബലിപീഠത്തിൽ തന്നെയാണ് നടത്തുക. ബലിപീഠത്തിൽ അത് വെച്ച് മൂടിയ ശേഷം വീണ്ടും വൈദികൻ വചനവേദിയിലേക്ക് ഇറങ്ങി വരും. ഒരു വൈദികൻ മാത്രമുള്ളപ്പോൾ വചനവേദിയിലേക്കും തിരികെയുമുള്ള ഈ പ്രയാണങ്ങൾ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതേസമയം പല വൈദികർ ഒരുമിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ മുഖ്യ കാർമ്മികനല്ല കാഴ്ചവെപ്പ് നടത്തുക. കാഴ്ചവെപ്പ് നടത്തുന്ന കർമ്മം അനുഷ്ഠിക്കാൻ മദ്ബഹായിൽ പ്രവേശിക്കുന്നത് സഹകാർമ്മികനാണ്. മുഖ്യ കാർമ്മികൻ ആഘോഷമായിട്ട് പിന്നീടാണ് മദ്ബഹ പ്രവേശനം നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ, ഈ കാഴ്ചവെപ്പ് കൽദായ സുറിയാനി ആരാധനാക്രമത്തിൽ, പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമത്തിൽ ഇത് ഈശോ മിശിഹായുടെ കുരിശുമരണം, ഖബറടക്കം എന്നീ ദൈവീക രഹസ്യങ്ങളെ അനുസ്മരിക്കുന്നു. ഈ കുരിശുമരണത്തിന് സാക്ഷ്യം വഹിച്ച സകല വിശുദ്ധാത്മാക്കളെയും അപ്പസ്തോലന്മാരെയും പരിശുദ്ധ അമ്മയെയും ഓർമ്മിക്കുന്നതാണ് തുടർന്നു വരുന്ന പ്രാർത്ഥന. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെ സ്മരണ, നീതിമാനായ മാർയോസേപ്പിൻ്റെ സ്മരണ, നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ സ്മരണ, നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാരുടെയും സ്മരണ, ഈശോ മിശിഹായുടെ കുരിശു മരണത്തിൻ്റെ യോഗ്യതയാൽ ഉത്ഥാനത്തിൻ്റെ മഹാകൃപയ്ക്ക് അർഹരായ സകല മരിച്ച വിശ്വാസികളുടെയും സ്മരണ. അതുകൊണ്ട് മിശിഹാ തമ്പുരാൻ്റെ കല്ലറയെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ ഖബറടക്കത്തിന് സാക്ഷ്യം വഹിച്ച എല്ലാ ധന്യാത്മാക്കളെയും വിശുദ്ധരെയും അനുസ്മരിക്കുകയാണ്. അതുപോലെ ആ കല്ലറയിൽ നിന്നുള്ള ശക്തി കൊണ്ട് സ്വന്തം കല്ലറകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച സകല നീതിമാന്മാരായ മരിച്ച വിശ്വാസികളെയും ഓർമ്മിക്കുന്ന പ്രാർത്ഥനകളാണ് തുടർന്ന് നാം ചൊല്ലുക. അതുകൊണ്ട് ഈശോ അത് ഘട്ടം ഘട്ടമായിട്ടാണ് ഈ കുർബാനയിൽ ക്രിസ്തു സംഭവം അനാവരണം ചെയ്യപ്പെടുന്നത് എന്ന് നമുക്കറിയാം. ക്രിസ്തു സംഭവത്തിൻ്റെ മനുഷ്യാവതാരം, അവിടുത്തെ പരസ്യജീവിതം, മാമോദീസ, പരസ്യജീവിതം, കുരിശുമരണം, ഖബറടക്കം, ഇത്രയും പൂർത്തിയായി കാഴ്ചവെപ്പ് പൂർത്തിയായതോടുകൂടെ എന്ന് നമുക്കറിയാം. തുടർന്ന് കാർമ്മികൻ ചൊല്ലുന്നത് ഈ വിശുദ്ധാത്മാക്കളെല്ലാം അനുസ്മരിച്ച ശേഷം വിശ്വാസ പ്രമാണമാണ് ചൊല്ലുക. വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമുക്കറിയാം, ദൈവജനം ഒന്നാകെ, സഭയൊന്നാകെ ഈശോയെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്ന വലിയ രഹസ്യമാണ്. വാസ്തവത്തിൽ ഈശോ മിശിഹായുടെ ഉത്ഥാനവും ആ ഉത്ഥാനത്തിലൂടെ രൂപം കൊണ്ട
തിരുസഭയും ആ സഭയുടെ വിശ്വാസവുമാണ് വാസ്തവത്തിൽ ഇവിടെ ഏറ്റുപറയപ്പെടുന്നത്. അതുകൊണ്ട് വിശ്വാസ പ്രഘോഷണം എന്ന് പറയുന്നത് നാം ഒറ്റപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ വൈയക്തികമായ വൈകാരികമായ ഏതോ ഒരു കർമ്മമല്ല ഇവിടെ അനുഷ്ഠിക്കുന്നത്, മറിച്ച് സഭയൊന്നാകെ ഇവിടെ സന്നിഹിതമാണ് എന്ന വലിയ സത്യമാണ് നാം ഏറ്റുപറയുക. ഈ അടുത്ത കാലത്ത് കേരളത്തിലെ ഒരു പ്രസിദ്ധീകരണത്തിൽ വൈദികൻ മാത്രമുള്ളപ്പോൾ കുർബാന ചൊല്ലുന്നത് ശരിയോ തെറ്റോ, ജനങ്ങൾ സാക്ഷികളായി പങ്കാളികളായി ഇല്ലാത്തപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ സംവാദങ്ങൾ നടന്നത് ശ്രദ്ധിക്കുകയുണ്ട്. വാസ്തവത്തിൽ അത് അനാവശ്യമായ ഒരു സംവാദം. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, പുരാതന കാലഘട്ടത്തിൽ വൈദികർ അപ്രകാരം ഒറ്റയ്ക്ക് കുർബാന ചൊല്ലിയിരുന്നില്ല, അതുകൊണ്ട് ഇപ്പോഴും ചൊല്ലുന്നതിൽ അർത്ഥമില്ല എന്നൊക്കെയാണ് അവിടെ ഉന്നയിക്കപ്പെട്ട വാദഗതികൾ. പക്ഷെ നമുക്കറിയാം, ആരാധനാക്രമ ദൈവശാസ്ത്രമനുസരിച്ച് ഒരു വൈദികൻ ഒറ്റയ്ക്ക് കുർബാന ചെല്ലുമ്പോഴായിക്കോട്ടെ, 2-3 ആളുകൾ കുർബാനയിൽ പങ്കുചേരുമ്പോഴായിക്കോട്ടെ, ആരും ഇല്ലാത്തപ്പോഴും വലിയ ലക്ഷങ്ങൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴും, മാർപ്പാപ്പ മനിലയിൽ കുർബാന ചൊല്ലിയപ്പോഴും 70 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്തു എന്നതും അത് ലോക റെക്കോർഡാണ് എന്നും പത്രങ്ങളിൽ വായിച്ചത് നമ്മൾ കേട്ടു. ഇത് എത്ര ആളുകൾ പങ്കെടുക്കുന്നു എന്നുള്ളതല്ല, എവിടെയെല്ലാം വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം സഭയൊന്നാകെ സന്നിഹിതമാണ്. സ്വർഗവാസികളും ഭൂവാസികളുമായ സകലരും സന്നിഹിതമാണ്. സ്വർഗത്തിലെ വിജയസഭയും ഭൂമിയിലെ സമരസഭയും ഒന്നാകെ സന്നിഹിതമാണ് വിശുദ്ധ കുർബാനയിൽ എന്ന സത്യം ആരും മറക്കാൻ പാടില്ല. ജനമുണ്ടെങ്കിലേ വിശുദ്ധ കുർബാനയാകുള്ളൂ എന്ന് പറയുന്നത്, വിശുദ്ധ കുർബാനയെ വിശുദ്ധ കുർബാനയാക്കുന്നത് ജനത്തിൻ്റെ സാന്നിധ്യമാണ് എന്ന ഒരു തെറ്റായ കാഴ്ചപ്പാടിൽ നിന്ന് വിശുദ്ധ കുർബാനയെ വിശുദ്ധ കുർബാനയാക്കുന്നത് സഭയുടെ സാന്നിധ്യമാണ്, സഭയിലൂടെ സന്നിഹിതമാകുന്ന ഈശോമിശിഹായുടെ സാന്നിധ്യമാണ്. അതുകൊണ്ട് ഏറ്റവും നല്ലത്, ആശയപരമായി ഏറ്റവും നല്ലത് വൈദികൻ ദൈവജനത്തോടൊത്ത് ബലിയർപ്പിക്കുന്നത്. എന്നാൽ വൈദികൻ തനിയെ ബലിയർപ്പിക്കുമ്പോൾ അത് വൈദികൻ്റെ വിശുദ്ധീകരണത്തിന് കാരണമാകുന്നതും സഭയൊന്നാകെ പങ്കുചേരുന്നതുമായ ശുശ്രൂഷയാണ് എന്ന സത്യം നമ്മൾ ഓർമ്മിക്കണം. അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ അല്ലെങ്കിൽ ആരാധനാക്രമ ദൈവശാസ്ത്രത്തിൻ്റെ ശരിയായ അർത്ഥതലങ്ങൾ മനസ്സിലാക്കാതെയുള്ള സംവാദങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ വിട്ടുനിൽക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം വിശ്വാസികളുടെ ഇടയിൽ സന്നിഗ്ധത ഉളവാക്കുന്ന ചർച്ചകൾ, വാദപ്രതിവാദങ്ങൾ കൂടുതലാണ് ഈ സഭയിൽ എന്നുള്ളതാണ് പലപ്പോഴും ആരാധനാക്രമ വിവാദങ്ങൾക്ക് നിദാനമാകുന്നത് എന്ന് ഓർത്തുവയ്ക്കും. ഏതാണെങ്കിലും ഈ കാഴ്ചവെപ്പിന് ശേഷം വിശുദ്ധരെ മുഴുവനും അനുസ്മരിച്ചുകൊണ്ട്, ഇത് പുരോഹിതൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയല്ല, അവിടെ സന്നിഹിതമായിരിക്കുന്ന വിശ്വാസി ഗണത്തിലെ ഏതാനും പേരുടെ, അവർ വലിയ സമൂഹത്തിലെ ഒരു ഭാഗമാണ് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നത്, അവരുടെ മാത്രം പ്രാർത്ഥനയല്ല, ഇത് സ്വർഗത്തിലെ വിശുദ്ധാത്മാക്കൾ, പരിശുദ്ധ അമ്മയടക്കമുള്ള സകല വിശുദ്ധാത്മാക്കളും വേദസാക്ഷികളും നീതിമാന്മാരും രക്തസാക്ഷികളുമായവരെല്ലാം ഇവിടെ സന്നിഹിതരാണ്. സാർവത്രിക സഭയൊന്നാകെ സന്നിഹിതമാണ് എന്ന സത്യമാണ് ഇവിടെ നാം അനുസ്മരിച്ചത്. ആ ഒരു സത്യത്തിൻ്റെ സമ്പൂർണമായ പ്രകാശനമാണ് വിശ്വാസ പ്രഘോഷണം. വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നിഖ്യ, കോൺസ്റ്റാന്റിനോപ്പിൾ സൂനകദോസുകൾ രൂപപ്പെടുത്തി തിരുസഭയ്ക്ക് നൽകിയ ആ വലിയ വിശ്വാസം നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി ദൈവജനം തങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളായി ഏറ്റുപറഞ്ഞിരുന്ന സത്യങ്ങളെ ഈ സമൂഹം ഒന്നാകെ ഏറ്റുപറയുമ്പോൾ വീണ്ടും ആ സത്യം പ്രഘോഷിക്കപ്പെടുന്നു. ഇത് വ്യക്തിപരമല്ല, ഇത് വൈകാരികമായൊരു വിഷയമല്ല,
മറിച്ച് സഭയൊന്നാകെ സന്നിഹിതമായി വിശ്വാസം ഏറ്റുപറയുന്ന സത്യമാണ് എന്ന് നാം തിരിച്ചറിയണം. വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന വ്യക്തി ഏതെല്ലാം സത്യങ്ങൾ വിശ്വസിക്കുന്നു എന്ന്, ഈ പറയപ്പെട്ടതിലെ ഏതെങ്കിലും ഒരു സത്യത്തെ അവഗണിക്കുന്നവൻ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ യോഗ്യനല്ല എന്നുള്ള ഏറ്റുപറച്ചിൽ കൂടി ഈ വിശ്വാസ പ്രഘോഷണത്തിൻ്റെ പിന്നാമ്പുറത്തുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, ഈശോ മിശിഹ സത്യമായും മനുഷ്യാവതാരം ചെയ്തു, വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നു. അത് നാം വിശ്വസിക്കുന്നില്ല എങ്കിൽ, സകല സർവശക്തനും പിതാവും സകലത്തിൻ്റെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ, എൻ്റെ വിശ്വാസം അനുസരിച്ച് ദൈവമൊന്നുമല്ല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, പ്രപഞ്ചം ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായതാണ്, ദൈവത്തിന് ഈ പ്രപഞ്ച സൃഷ്ടിയുമായി ഒരു ബന്ധവുമില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ ഞാൻ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അയോഗ്യനാണ് എന്ന് തന്നെ അർത്ഥം. കാരണം ഈ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുചൊല്ലുന്ന അടിസ്ഥാനപരമായ 12 സത്യങ്ങളുണ്ട്. ആ സത്യങ്ങൾ ഓരോന്നും ഏറ്റുപറയുന്നവന് മാത്രമേ, അത് വിശ്വസിക്കുന്നവന് മാത്രമേ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ അവകാശമുള്ളൂ. ഏതൊക്കെയാണ് ആ സത്യങ്ങൾ? പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം, പുത്രനായ ദൈവത്തിലുള്ള വിശ്വാസം, ആ പുത്രൻ്റെ മനുഷ്യാവതാരത്തിലുള്ള വിശ്വാസം, ആ പുത്രൻ തമ്പുരാൻ കന്യകാമറിയത്തിൽ നിന്ന് ശരീരമെടുത്ത് മനുഷ്യനായി പിറന്നു. അതാണ് ഈ മനുഷ്യാവതാരം എന്ന് പറയുമ്പോൾ. പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് അവൻ പാടുപീഡ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു എന്നുള്ളതാണ് 4ാമത്തെ വിശ്വാസത്തിൽ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു, അതാണ് അടുത്ത വിശ്വാസത്തിൽ. ഈശോ മിശിഹ ഉയർത്തെഴുന്നേറ്റ ഈശോ പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നു, അതാണ് അടുത്ത വിശ്വാസത്തിൽ. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവൻ വീണ്ടും വരും, അതാണ് 7ാമത്തെ വിശ്വാസത്തിൽ. 8ാമത്തെ വിശ്വാസത്യം പരിശുദ്ധാത്മാവായ ദൈവത്തിലുള്ള വിശ്വാസം. 9ാമത്തേത് ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ തിരുസഭയിലുള്ള വിശ്വാസം. അതിൻ്റെ ഭാഗം തന്നെയാണ് പുണ്യവാന്മാരുടെ ഐക്യത്തിലുള്ള വിശ്വാസം എന്ന് പറയുക. 10ാമത്തെ വിശ്വാസ സത്യം എന്ന് പറയുന്നത് മാമോദീസ തുടങ്ങിയ എല്ലാ കൂദാശകളിലും 7 കൂദാശകളിലുമുള്ള വിശ്വാസമാണ്. മരിച്ചവരുടെ ഉയർപ്പ്, ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതാണ് 11ാമത്തെ വിശ്വാസത്യം. 12ാമത്തെ വിശ്വാസത്യം നിത്യജീവനുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഈ സത്യങ്ങളെല്ലാം വിശ്വസിക്കുന്നവർക്കുള്ളതാണ് വിശുദ്ധ കുർബാന എന്നാണ് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നാം ഏറ്റുപറയുന്ന വസ്തുത എന്നോർക്കുക. വിശ്വാസ പ്രമാണം ചൊല്ലി തിരുസഭയിലെ അംഗത്വവും സഭയുടെ അടിസ്ഥാന വിശ്വാസ സത്യങ്ങളിലുള്ള പൂർണ്ണ ബോധ്യവും പ്രകടമാക്കിയ ഒരു സമൂഹമാണ് തുടർന്ന് ബലിയർപ്പിക്കാനായി കയറി വരുന്നത്. ആ ബലിയർപ്പണം തുടർന്നാണ് പ്രധാന കാർമ്മികൻ മദ്ബഹായിലേക്ക് ഔദ്യോഗികമായി പ്രവേശിക്കുന്നത്. ആ പ്രവേശനത്തിന് തന്നെ യോഗ്യനാക്കണമേ എന്ന് ഹൃദയഹാരിയായി പ്രാർത്ഥിച്ച് 3 വട്ടം കർത്താവിൻ്റെ സിംഹാസനമായ അവിടുത്തെ കബറിടമായ വിശുദ്ധ കുർബാനയെ ആചാരം ചെയ്തുകൊണ്ടാണ് വൈദികൻ ബലിവേദിയിലേക്ക് കടന്നു വരിക. ബലിവേദിയിലെത്തിയ വൈദികൻ തുടർന്ന് ജനത്തോട് സഹായം ചോദിക്കുകയാണ്. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. കാരണം ഇതൊരു വൈദികൻ്റെയും വ്യക്തിപരമായ ശുശ്രൂഷയല്ല, വ്യക്തിപരമായ നേട്ടമോ ഔന്നത്യമോ അല്ല പൗരോഹിത്യം എന്ന് പറയും. മറിച്ച് ഈ പൗരോഹിത്യം ഒരു ദൈവദാനമാണ്. ആ ദാനത്തിൽ നിലനിൽക്കാൻ വൈദികനെ വിശ്വാസി സമൂഹം നിരന്തര പ്രാർത്ഥനയിലൂടെ ശക്തിപ്പെടുത്തുക. വൈദികൻ ഒരു മനുഷ്യനാണ്. തുടർന്ന് വരുന്നൊരു പ്രാർത്ഥനയിൽ വൈദികൻ ചൊല്ലുന്നുണ്ട്, ഞാൻ അശുദ്ധനാണ്, അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനാണ്, ബലവാനും കർത്താവുമായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിക്കുന്നു, എനിക്ക് ദുരിതം, ഞാൻ അസ്വസ്ഥനാണ് എന്നെല്ലാം യേശയ്യായുടെ വചനങ്ങൾ ഉദ്ധരിച്ച് വൈദികൻ പ്രാർത്ഥിക്കുന്നു. വൈദികർ മനുഷ്യരാണ്, അവർക്ക് കുറവുകൾ, പരിമിതികളുണ്ട്. ആ പരിമിതികളെ പരിഹരിക്കാനുള്ള കൃപ
ഈ ബലിയർപ്പകനായ കാർമ്മികൻ്റെ മേൽ വർഷിക്കണമേ എന്ന് ജനമൊന്നാകെ പ്രാർത്ഥിക്കുക. ഇത് വളരെ അർത്ഥപൂർണമായൊരു പ്രാർത്ഥനയാണ്. നമ്മൾ ആലോചിക്കുക, ഇത് ഈ കുർബാന ചൊല്ലുന്ന ആ ഒരു നിമിഷത്തേക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയായി ആരും തെറ്റിദ്ധരിക്കരുത്. എവിടെയെല്ലാം വൈദികരുടെ ഭാഗത്ത് കുറവുകൾ, പരിമിതികൾ, വീഴ്ചകൾ കാണുന്നു, ദൈവജനത്തിൻ്റെ വലിയ ഉത്തരവാദിത്വമാണ് ആ വൈദികനെ ദൈവമേ അവിടുന്ന് കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വൈദികന് വേണ്ടിയുള്ള ഈ പ്രാർത്ഥന കുർബാന എന്ന ആ ഒരു കർമ്മത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ വിശ്വാസികളെ ദൈവജനം ഓർമ്മിപ്പിക്കുന്ന, സഭ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. ഓരോ വൈദികൻ്റെയും കുറവുകളും പരിമിതികളും കാണുമ്പോൾ, വീഴ്ചകളും പോരായ്മകളും അറിയുമ്പോൾ വിശ്വാസി സമൂഹം ഹൃദയപൂർവമായി ആ വൈദികന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കുറ്റം പറയാനും വൈദികനെതിരായ ലഘുലേഖ അടിച്ചിറക്കാനും ഊമക്കത്തെഴുതി പ്രചരിപ്പിക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ പുരോഹിതന് വേണ്ടി ഹൃദയപൂർണമായി പ്രാർത്ഥിക്കുന്ന വിശ്വാസിയാണ് യഥാർത്ഥ സഭാംഗമായി വർത്തിക്കുന്നത് എന്ന സത്യം ഈ പ്രാർത്ഥനയിലൂടെ തിരുസഭ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് വൈദികന് വേണ്ടി പ്രാർത്ഥിച്ച് വൈദികനെ ശാക്തീകരിച്ച് ദൈവജനം ഒന്നാകെ ഈ വലിയ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക. അങ്ങയുടെ ഈ കുർബാന ദൈവം സ്വീകരിക്കട്ടെ എന്നാണ് ജനം പറയുക. അതായത് പുരോഹിതൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് അവരോധിക്കപ്പെടുകയാണ് പ്രാർത്ഥനയിലൂടെ. ദൈവജനം ഒന്നാകെ പറയുകയാണ്, ഞങ്ങളുടെ പ്രതിനിധിയായി വിശുദ്ധ അൾത്താരയിൽ നിൽക്കുന്ന അങ്ങ് ഇനിമേൽ ഈശോമിശിഹായുടെ സ്ഥാനത്ത് നിന്ന് ബലിയർപ്പിക്കുക. കാരണം ഈ വിശുദ്ധ കുർബാന ആത്യന്തികമായി ഈശോയുടെ കുർബാന. ആ ഈശോയുടെ ബലി ഇവിടെ വൈദികൻ ചൊല്ലുന്നു, അർപ്പിക്കുന്നു എന്നുള്ളതാണ് ആ പ്രാർത്ഥനയുടെ ദൈവശാസ്ത്രപരമായ കൂടുതൽ ആഴമുള്ള സത്യം. ഇപ്രകാരം പ്രാർത്ഥിച്ചൊരുങ്ങിയ വൈദികൻ ദൈവജനത്താൽ ശക്തിപ്പെടുത്തപ്പെട്ട വൈദികനാണ് തുടർന്ന് അനാഫറ ചൊല്ലുവാൻ ഒരുങ്ങുന്നത്. സിറോ മലബാർ കുർബാനയുടെ അന്തസത്ത അതിൻ്റെ അനാഫറയാണ്. അതിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് അനാഫറയാണ്. ഈ അനാഫറ അദ്ദായി മാറി രചിച്ച അനാഫറയാണ്. ഈ അനാഫറയാണ് ഇന്ന് നമുക്ക് നിലവിലുള്ളതിലെ ഏറ്റവും പൗരാണികമായ അനാഫറ എന്ന് കഴിഞ്ഞ ആരംഭ ക്ലാസ്സുകളിൽ നാം പഠിച്ചു കഴിഞ്ഞ വസ്തുതയാണ്. മിശിഹാ തമ്പുരാൻ്റെ 72 ശിഷ്യഗണങ്ങളിൽ പെട്ടവരായിരുന്നു അദ്ദായിയും മാറിയും എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഇവർ രൂപീകരിച്ച ഈ അനാഫറ ഈ കുർബാനയുടെ മുഴുവൻ സൗന്ദര്യവും സ്പഷ്ടമാക്കുന്നതാണ്. 4 ഗഹന്ത പ്രാർത്ഥനകളും പ്രണാമ ജപങ്ങളും ഉൾക്കൊള്ളുന്ന ഈ അനാഫറ എന്താണ് എന്ന്, അതിലൂടെ അനാവൃതമാകുന്ന ദൈവശാസ്ത്രത്തിൻ്റെ ആഴം എത്ര അഗാധമാണ് എന്ന് വരും ക്ലാസ്സുകളിൽ നാം പഠിക്കുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 727 2343 707. ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.